ഹലോ, എല്ലാവർക്കും അമൃതാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ CBSE 10th ബയോളജി ഫസ്റ്റ് ചാപ്റ്ററായ ലൈഫ് പ്രോസസ്സായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ലൈഫ് പ്രോസസ്സസ്. എന്താണ് ഈ ലൈഫ് പ്രോസസ്സ് എന്ന് പറയുന്നത്? എന്താണ് ഈ ലൈഫ് പ്രോസസ്സ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇല്ലേ, അവരുടെ ലൈഫ് നിലനിന്ന് പോകാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. അതിനെ എല്ലാത്തിനെയും നമ്മൾ ഒരുമിച്ച് പറയുന്നതാണ് ലൈഫ് പ്രോസസ്സ് എന്ന്. നമുക്കറിയാം, നമ്മൾ ജനിക്കുമ്പോൾ ഒരു ബേബി ആയിട്ടാണ്. അവിടെ നിന്ന് ആ ബേബിയിൽ നിന്ന് നമ്മളൊരു അഡൾട്ട് ആവണുണ്ട് ഇല്ലേ. അഡൾട്ട് ആവാൻ എത്തണ വരെയുള്ള കുറേ ഡിഫറെൻറ്റ് സ്റ്റേജിലൂടെ കടന്നു പോയിട്ടാണ് നമ്മൾ അഡൾട്ട് ആവണത്. അപ്പോൾ അവിടം വരെ എത്താനായിട്ട് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ലൈഫ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ആ ലൈഫ് പ്രോസസ്സിൽ പെടുന്ന കാര്യങ്ങളാണ് ഫസ്റ്റ് വൺ ന്യൂട്രീഷൻ, രണ്ടാമത്തെ റെസ്പിറേഷൻ, മൂന്നാമത്തെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് നാലാമത്തെ എക്സ്ക്രീഷൻ. ഇത്രയും കാര്യങ്ങളുടെ ഒരു ഡീറ്റെയിൽ സ്റ്റഡിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള ന്യൂട്രീഷൻ എന്താണെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക് നോക്കാം, ന്യൂട്രീഷൻ. എന്താ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കൺസ്യൂമിങ് ഫുഡ് ആൻഡ് യൂട്ടിലൈസ് ടു മെയിൻറ്റെയിൻ ലൈഫ്. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഫുഡ് കഴിക്കുന്ന ഫുഡ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക? നമ്മുടെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. നമുക്ക് ഗ്രോത്തിന് വേണ്ടിയിട്ടും ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഫുഡ് കഴിക്കണത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നു, ആ കഴിക്കുന്ന ഫുഡ് നമ്മുടെ ലൈഫിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ദാറ്റ് ഈസ് ന്യൂട്രീഷൻ. നമുക്ക് രണ്ട് ടൈപ്പ് ന്യൂട്രീഷനാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ തന്നെ നമുക്ക് 3 ടൈപ്സ് നമുക്ക് പഠിക്കാനുണ്ട്: സാപ്രോഫൈറ്റിക്, പാരസൈറ്റിക് ആൻഡ് ഹോളോസോയിക്. നമുക്കപ്പോൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ. അപ്പോൾ എന്താണ് ഈ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ? ഓട്ടോ മീൻസ് സെൽഫ്. സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യണവരെയാണ് നമ്മൾ ഓട്ടോട്രോഫ്സ് എന്ന് പറയാം. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ നമ്മൾ EVSൽ പഠിച്ചു വന്നിട്ടുള്ള 2 ടേംസാണ് ഓട്ടോട്രോഫ്സ് എന്താണ്, അതുപോലെ തന്നെ ഹെറ്ററോട്രോഫ്സ് എന്താണ് അല്ലേ. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ വിച്ച് ഓർഗാനിസം മേക്ക് ദെയർ ഓൺ ഫുഡ്. മറ്റുള്ളവരെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാണ്ട് സ്വന്തമായിട്ട് അവരെന്ത് ചെയ്യും? ഫുഡ് പ്രിപ്പയർ ചെയ്യും. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ പ്ലാന്റ്സ്. നമുക്ക് എല്ലാവർക്കും അറിയണതാണ് അല്ലേ. പ്ലാന്റ്സ് ഒരാൾക്കാരെയും ഡിപ്പെൻഡ് ചെയ്യണില്ല. അവർക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് അവർ സ്വീകരിച്ച് അവർ തന്നെ അവരുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യാം അല്ലേ. അവർ CO2 വാങ്ങും അല്ല, അറ്റ്മോസ്ഫിയറിൽ നിന്ന് അവർക്ക് CO2 കിട്ടും. അതുപോലെ തന്നെ വാട്ടർ, നമുക്ക് സോയിലിൽ നിന്ന് അവർക്ക് വാട്ടർ കിട്ടും, സൺലൈറ്റ് കിട്ടും. ഇതെല്ലാം യൂസ് ചെയ്തിട്ട് മറ്റൊരാളെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് സ്വന്തമായിട്ട് സെൽഫായിട്ട് അവരെന്ത് ചെയ്യും? ഫുഡ് പ്രിപ്പയർ ചെയ്യും. അങ്ങനത്തെ ന്യൂട്രീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ. ക്ലിയർ ആയോ? നെക്സ്റ്റ് വൺ ഈസ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. നേരത്തെ നമ്മൾ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓർഗാനിസം സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നില്ല. അവർ അവരുടെ ഫുഡിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. ദാറ്റ് ഈസ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. ഇൻ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ ഓർഗാനിസം ഡസ് നോട്ട് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. അവർ ഫുഡ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യില്ല, അവർ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യും. അതാണ് ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ തന്നെ, ഹ്യൂമൻ ബീങ്സ്. നമുക്ക് പ്ലാന്റ്സിൻ്റെ പോലെ കുറച്ച് സൺലൈറ്റോ CO2 വാട്ടറൊക്കെ കിട്ടിയാൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ബോഡിയിൽ ഫുഡ് സിന്തസൈസ് ചെയ്യണില്ല. നമ്മളെന്താ? പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യണു, അല്ലെങ്കിൽ മറ്റ് ആനിമൽസിനെ ഡിപ്പെൻഡ് ചെയ്യണു. അതാണ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഹ്യൂമൻ ബീങ്സ്, ആനിമൽസ്. നമ്മൾ ആനിമൽസ് എന്ന് പറയുമ്പോൾ അത് കോമൺ ആയിട്ട് നമ്മൾ ഹ്യൂമൻ ബീങ്സും അതിൽ ഉൾപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ എക്സാമ്പിളിൽ ആനിമൽസ് എന്ന് മാത്രം നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിസം സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യും. ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഓർഗാനിസം സ്വന്തമായിട്ട് ഫുഡ് സിന്തസിസ് ചെയ്യണില്ല, അവർ മറ്റുള്ളവരെ ആശ്രയിക്കും ഫുഡിന് വേണ്ടി. ക്ലിയർ ആയോ? ഈ 2 ന്യൂട്രീഷനും, ഓട്ടോട്രോഫിക്കും ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ്റെ ഡിഫറൻസ് എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ക്ലിയർ ആയിട്ട് അതിൻ്റെ ഡെഫിനേഷനും എക്സാമ്പിളും പഠിച്ചു വയ്ക്കാം.
നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ 3 ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ സാപ്രോഫൈറ്റിക്, സെക്കൻഡ് വൺ ഈസ് പാരസൈറ്റിക് ആൻഡ് തേർഡ് വൺ ഈസ് ഹോളോസോയിക്. നമുക്ക് ഓരോന്നും എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് സാപ്രോഫൈറ്റിക്. എന്താണ് ഈ സാപ്രോഫൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്? ഡെഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഞാനവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എന്തായിരിക്കും അപ്പോൾ ഇത്? ഡെഡ് ആൻഡ് ഡീക്കേ ആയിട്ടുള്ള മാറ്റേഴ്സിൽ നിന്നും ചില ഓർഗാനിസം എന്ത് ചെയ്യും? ഫീഡ് ചെയ്യും. അങ്ങനത്തെ ഒരു മോഡ് ഓഫ് ന്യൂട്രീഷനെയാണ് നമ്മൾ സാപ്രോഫൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഫംഗസ്. അവരെല്ലാം ഡെഡ് ഡീക്കേ ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെയോ ആനിമൽസിൻ്റെയോ ബോഡിയിൽ നിന്ന് ഫീഡ് ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു ന്യൂട്രീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാപ്രോഫൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. സെക്കൻഡ് വൺ പാരസൈറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ് അല്ലേ? പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഫീഡ് ഓൺ അനദർ ലിവിങ് ഓർഗാനിസം. മറ്റുള്ളവരുടെ ബോഡിയിൽ അവരെന്ത് ചെയ്യും? പറ്റിപ്പിടിച്ച് ജീവിച്ച് അവരിൽ നിന്ന് ന്യൂട്രിയൻസ് എല്ലാം എബ്സോർബ് ചെയ്ത് ജീവിക്കുന്നവരാണ് പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ന്യൂട്രീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ലൈസ്, നമ്മുടെ തലയിലെ പാൻ അല്ലേ? നമ്മുടെ തലയിലെ പാൻ അവർ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി ജീവിക്കുന്നവരാണോ? അല്ല, നമ്മുടെ തലയിലെ ബ്ലഡ് എല്ലാം കുടിച്ച് സുഖമായിട്ട് ജീവിക്കുന്നവരാണ് അല്ലേ? നമ്മുടെ ബോഡിയിൽ പറ്റിപ്പിടിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ജീവികളെയാണ് നമ്മൾ പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു മോഡ് ഓഫ് ന്യൂട്രീഷനാണ് പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ ഉണ്ട്, കസ്ക്യൂട്ട. കസ്ക്യൂട്ട എന്ന് പറയുന്നത് ഒരു യെല്ലോ കളറുള്ളൊരു ചെടിയാണ്, ഒരു വള്ളി പോലത്തെ ഒരു ചെടി. അത് പ്ലാന്റ്സിലെല്ലാം ചുറ്റി ഇങ്ങനെ പിടിച്ചിരിക്കണം നമുക്ക് കാണാം. നിങ്ങൾ പറമ്പിലൊക്കെ നോക്കിയാൽ കാണാം. അപ്പോൾ അവരെങ്ങനെയാണ് ജീവിക്കുക? ആ ഏത് പ്ലാന്റിലാണോ അവരിങ്ങനെ പടർന്ന് കയറിയിരിക്കണത് ആ പ്ലാന്റിൽ നിന്ന് അവരെന്ത് ചെയ്യും? മാക്സിമം ന്യൂട്രീഷൻ എല്ലാം വലിച്ചെടുത്ത് സുഖമായിട്ട് ജീവിക്കും. ഇനി അടുത്തതാണ് ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. അത് നമ്മൾ തന്നെ നമ്മുടെ ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ ആനിമൽസ് എടുക്കുകയാണെങ്കിൽ നമ്മളെങ്ങനെയാണ്? നമ്മൾ കംപ്ലീറ്റ്ലി ഫുഡ് ഇൻടേക്ക് ചെയ്യും അല്ലേ? നമ്മൾ കംപ്ലീറ്റ്ലി ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ഡൈജസ്റ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു ന്യൂട്രീഷനാണ് ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. അതിന് എക്സാമ്പിൾ ഹ്യൂമൻ ബീങ്സ്, ആനിമൽസ്, അതുപോലെ തന്നെ അമീബയും ഒരു ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷനാണ്. പ്രത്യേകം ഓർത്ത് വയ്ക്കുക. നമ്മൾ വിചാരിക്കും അമീബ അങ്ങനെയാണോ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും, കാരണം അതൊരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ് അല്ലേ? പക്ഷേ അമീബയുടെയും ന്യൂട്രീഷൻ എന്ത് ടൈപ്പാണ്? ഹോളോസോയിക് ആണ്. നമുക്ക് അമീബ മാത്രമായിട്ട് അതിൻ്റെ കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ഫിഗറൊക്കെ കൊടുത്തിട്ട് പിക്ചറൊക്കെ കൊടുത്തിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതും കൂടി ഓർത്ത് വയ്ക്കുക. ഹ്യൂമൻ ബീങ്സ് അതുപോലെ തന്നെ അമീബ എല്ലാം കാണിക്കുന്നത് ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷനാണ്. നമ്മൾ ഓൾറെഡി 2 ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ നമ്മൾ കണ്ടതാണ് അല്ലേ? ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ അതുപോലെ തന്നെ ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. അതിൽ ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷനിൽ നമ്മൾ എക്സാമ്പിൾ ഏതാണ് പഠിച്ചത്? പ്ലാന്റ്സ്. നമുക്കറിയാം പ്ലാന്റ്സ് എന്താ, ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് അവർ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫോട്ടോസിന്തസിസ്. നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ കേട്ടിട്ടുള്ള അല്ലേ? ചെറിയ ക്ലാസ്സിൽ നമ്മൾ EVS ആണ് നമ്മളിങ്ങനെ ബയോളജിയിൽ നിന്ന് സ്പെസിഫൈ ചെയ്തിട്ടല്ല, EVSലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവുക. ചെറിയ ക്ലാസ് മുതലേ നിങ്ങൾ കേട്ടിട്ടുള്ളൊരു ടേം ആയിരിക്കും ഫോട്ടോസിന്തസിസ് അല്ലേ? പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫോട്ടോസിന്തസിസ്. അപ്പോൾ അവർ എന്തൊക്കെ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് അവർ ഫുഡ് ഉണ്ടാക്കുക? നമുക്കറിയാം സൺലൈറ്റ്, അതുപോലെ തന്നെ വാട്ടർ, പിന്നെന്താ കാർബൺ ഡൈ ഓക്സൈഡ്. ഈ റോ മെറ്റീരിയൽസ് എല്ലാം ഉപയോഗിച്ച് അവരെന്ത് ചെയ്യും? സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാം. ആ ഒരു പ്രോസസ്സിനെയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയാം. അതിൻ്റെ ഇക്വേഷൻ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളുടെ കൃത്യമായിട്ടുണ്ട്, അത് പഠിച്ചു വയ്ക്കണം. ഡെഫിനിഷനും അതുപോലെ തന്നെ ഇക്വേഷനും കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം. ഇക്വേഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്ടറും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും എന്തിൻ്റെ പ്രസൻസിൽ? സൺലൈറ്റിൻ്റെ പ്രസൻസിൽ അവരെന്താണ് സിന്തസിസ് ചെയ്യുക? കാർബോഹൈഡ്രേറ്റ്. അതെന്ന് പറയുന്നത് ഗ്ലൂക്കോസ്, C6H12O6. അത് ഗ്ലൂക്കോസിൻ്റെ ഫോർമുലയാണ്. അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഗ്ലൂക്കോസാണ് അവർ സിന്തസിസ് ചെയ്യുക. ഗ്ലൂക്കോസ് മീൻസ് കാർബോഹൈഡ്രേറ്റ്. അതിൻ്റെ കൂടെ എൻഡ് പ്രൊഡക്റ്റായിട്ട് അവർ ഓക്സിജനും അതുപോലെ തന്നെ വാട്ടറും റിലീസ് ചെയ്യുന്നുണ്ട്. ഇക്വേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വാട്ടറിൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും സൺലൈറ്റിൻ്റെ പ്രസൻസിൽ പ്ലാന്റ്സ് എന്ത് ചെയ്യും? ഗ്ലൂക്കോസ് സിന്തസിസ് ചെയ്യും. ഗ്ലൂക്കോസ് മാത്രമാണോ? അതിൻ്റെ കൂടെ എന്തൊക്കെ എൻഡ് പ്രൊഡക്റ്റാണ്? ഓക്സിജനും വാട്ടറും. ഇനി ഈ റോ മെറ്റീരിയൽസ് എല്ലാം പ്ലാന്റ്സിന് എവിടെ നിന്നാണ് കിട്ടണത്? സൺലൈറ്റ്
ആദ്യത്തെ നമുക്ക് നോക്കാം സൺലൈറ്റ് എങ്ങനെയായിരിക്കും പ്ലാന്റ്സിന് കിട്ടണത്? നമുക്ക് എല്ലാവർക്കും അറിയാം പ്ലാന്റ്സിന് സൺലൈറ്റ് എവിടെ നിന്നായിരിക്കും കിട്ടുക? സണ്ണിൽ നിന്ന് അല്ലേ? അപ്പോൾ സണ്ണിൽ നിന്ന് ഡയറക്റ്റ് പ്ലാന്റ്സിന് കിട്ടുമോ? എങ്ങനെയായിരിക്കും അറിയോ? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ലീഫിൻ്റെ ഉള്ളിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. അത് നമുക്ക് അടുത്തത് നോക്കാം. ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ആ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ ഒരു പിഗ്മെൻ്റ് ഉണ്ട്. ആ പിഗ്മെൻറ്റിനെയാണ് നമ്മൾ ക്ലോറോഫിൽ എന്ന് പറയാം. ആ ക്ലോറോഫില്ലാണ് ഈ സൺലൈറ്റിനെ എബ്സോർബ് ചെയ്യാനായിട്ട് പ്ലാന്റ്സിന് ഹെൽപ്പ് ചെയ്യണത്. അപ്പോൾ ലീഫുകളിൽ ഒരു പിഗ്മെൻ്റ് ഉണ്ട്, ക്ലോറോഫിൽ പിഗ്മെൻറ്റ്. ഈ പിഗ്മെൻ്റ് ഉള്ള കാരണമാണ് പ്ലാന്റ്സ് എന്ത് എബ്സോർബ് ചെയ്യണത്? സൺലൈറ്റ് എബ്സോർബ് ചെയ്യണത്. ക്ലിയർ ആയോ? ഇനി പ്ലാന്റ്സിന് എങ്ങനെയായിരിക്കും CO2 കിട്ടാം? അത് നമുക്കറിയാം, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ CO2 ഉണ്ട്. അതെന്ത് ചെയ്യും? പ്ലാന്റ്സ് എബ്സോർബ് ചെയ്യും. എങ്ങനെ എബ്സോർബ് ചെയ്യും? എങ്ങനെയാണ് എൻ്റർ ചെയ്യുക ലീഫിൻ്റെ ഉള്ളിലേക്ക്? എങ്ങനെയാണ്? ലീഫിൽ കുറേ ടൈനി പോസുകളുണ്ട്, സ്റ്റൊമാറ്റ. ആ സ്റ്റൊമാറ്റയുടെ സ്ട്രക്ചറും നമ്മൾ അടുത്തത് പഠിക്കും. അപ്പോൾ സ്റ്റൊമാറ്റ ടൈനി പോസുകളുണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റൊമാറ്റ. ആ സ്റ്റൊമാറ്റ വഴിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ലീഫിലേക്ക് എൻ്റർ ചെയ്യണത്. ഇനി വാട്ടർ എങ്ങനെയായിരിക്കും? നമുക്കറിയാം പ്ലാന്റ്സിന് എങ്ങനെയാണ് യൂഷ്വലി വാട്ടർ കിട്ടണത്? അവർ സോയിലിൽ നിന്ന് എബ്സോർബ് ചെയ്യും. റൂട്ട് ഉപയോഗിച്ചിട്ട് സോയിലിലെ വാട്ടർ അവർ എന്ത് ചെയ്യും? എബ്സോർബ് ചെയ്യും. ഇപ്പോൾ ക്ലിയർ ആയോ? ഈ 3 റോ മെറ്റീരിയൽസ് എങ്ങനെയാണ് കിട്ടണേന്ന്? സണ്ണിൽ നിന്ന് ആരാണ് എബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത്? ക്ലോറോഫിൽ. അത് പഠിച്ചു വയ്ക്കാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ക്ലോറോഫിൽ. ഇനി രണ്ടാമത്തെ CO2 അറ്റ്മോസ്ഫിയറിലുള്ള CO2 പ്ലാന്റ്സിന് എങ്ങനെയാണ് കിട്ടണത്? സ്റ്റൊമാറ്റ വഴിയാണ് അവർക്ക് കിട്ടുന്നത്. സ്റ്റൊമാറ്റയുടെ ഉള്ളിൽ കൂടെയാണ് CO2 എൻ്റർ ചെയ്യണത്. ഇനി വാട്ടർ എങ്ങനെയാണ്? വാട്ടർ സോയിലുള്ള വാട്ടർ പ്ലാന്റ്സ് റൂട്ട് ഉപയോഗിച്ച് എബ്സോർബ് ചെയ്യും. ക്ലിയർ ആയോ? ഫോട്ടോസിന്തസിസ് എന്താണ്, അതിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇപ്പോൾ തന്നെ ഇല്ലേ? അപ്പോൾ ഫോട്ടോസിന്തസിസ് കഴിഞ്ഞ് നമുക്ക് കിട്ടണ എൻഡ് പ്രൊഡക്റ്റ് ഏതൊക്കെയാണ്? വാട്ടർ, അതുപോലെ തന്നെ ഗ്ലൂക്കോസ്, പിന്നെ ഓക്സിജനും. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഫുഡ് എന്തിനു വേണ്ടിയിട്ടാണ് കഴിക്കുന്നത്? എല്ലാ ലിവിങ് ഓർഗാൻസും ഫുഡ് കഴിക്കുന്നത് നമുക്ക് എനർജി കിട്ടാൻ വേണ്ടി, നമ്മൾ വളരാനും നമുക്ക് എനർജി കിട്ടാൻ വേണ്ടി. നമുക്ക് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ നമുക്ക് എനർജി വേണം. ആ എനർജി നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെയാണ് നമുക്ക് എനർജി കിട്ടണത്. അതുപോലെ തന്നെ പ്ലാന്റ്സ് ഉണ്ടാക്കണ ഈ ഫുഡ് വഴിയാണ് എന്ത് കിട്ടണത്? അവർക്കും എനർജി കിട്ടണത്. അതാണ് ഇവിടെ ഫസ്റ്റ് പോയിന്റ് ഞാൻ കൊടുത്തിരിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് പ്രൊവൈഡ് എനർജി ടു പ്ലാന്റ്സ്. ദാറ്റ് മീൻസ് ഫോട്ടോസിന്തസിസ് കഴിഞ്ഞ് അവരുണ്ടാക്കുന്നത് എന്താണ്? കാർബോഹൈഡ്രേറ്റ്. ദാറ്റ് മീൻസ് ഗ്ലൂക്കോസ്. ഈ ഗ്ലൂക്കോസ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെയാണ് കേട്ടോ കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ ചിലർക്കത് ഡൗട്ട് വരാം, എന്താ കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് ഈ ഗ്ലൂക്കോസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുണ്ടാക്കണ ഫുഡ് വഴിയാണ് അവർക്ക് എന്ത് കിട്ടണത്? എനർജി കിട്ടണത്. അപ്പോൾ എപ്പോഴാണോ അവർക്ക് എനർജി വേണ്ടത് ആ സമയത്താണ് അവരത് യൂട്ടിലൈസ് ചെയ്യണത്. അല്ലാണ്ട് ഉണ്ടാക്കിയ ഉടനെ അവർ ഫുഡ് യൂസ് ചെയ്യണില്ല. അവർക്ക് എപ്പോഴാണോ ആവശ്യം അതിനനുസരിച്ചിട്ടാണ് അവരത് യൂട്ടിലൈസ് ചെയ്യണത്. അപ്പോൾ ഈ ഉണ്ടാക്കിയ ഫുഡ് അവർ പ്ലാന്റ്സ് സ്റ്റാർച്ച് ഫോമിലാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അവരുണ്ടാക്കുന്നത് ഗ്ലൂക്കോസ് ആണെങ്കിലും അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്ത് ഫോമിലാണ്? സ്റ്റാർച്ച് ഫോമിലാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എപ്പോഴും ചോദിക്കാറുണ്ട്, എല്ലാവരും തെറ്റിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം നമ്മൾ ഫോട്ടോസിന്തസിസിൻ്റെ എന്ത് പ്രൊഡക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചോദിക്കുമ്പോൾ എന്തായാലും നമ്മൾ എഴുതേണ്ടത് ഗ്ലൂക്കോസ്, ഓക്സിജൻ, അതുപോലെ തന്നെ വാട്ടർ അല്ലേ? അപ്പോൾ എന്ത് ഫോമിലാണ് സ്റ്റോർ ചെയ്യാമെന്ന് ചോദിച്ചാലും നമ്മൾ ഓട്ടോമാറ്റിക്കലി ഗ്ലൂക്കോസിന് എഴുതാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാം. ഗ്ലൂക്കോസ് ഫോമിലല്ല പ്ലാന്റ്സ് ഉണ്ടാക്കുന്നത് ഗ്ലൂക്കോസ് ആണെങ്കിലും അവരത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് സ്റ്റാർച്ച് ഫോമിലാണ്. എന്തുകൊണ്ടായിരിക്കാം അവർ സ്റ്റാർച്ച് ഫോമിൽ സ്റ്റോർ ചെയ്ത് വെക്കുക? കാരണം സ്റ്റാർച്ച് വാട്ടറിൽ ഇൻസോളബിളാണ്. ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് പെട്ടെന്ന് സോളബിളായി പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പ്ലാന്റ്സ് ഉണ്ടാക്കിയ ഫുഡ് അവരെന്ത് ഫോമിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? സ്റ്റാർച്ച് ഫോമിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. പ്ലാന്റ്സ് ഉണ്ടാക്കണ ഫുഡ് അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഫോമാണ് സ്റ്റാർച്ച്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ചോദിച്ച ക്വസ്റ്റ്യനാണ്, നമുക്ക് നോക്കാം. ഇൻ പ്ലാന്റ്സ് ദ കാർബോഹൈഡ്രേറ്റ് വിച്ച് ആർ നോട്ട് യൂട്ടിലൈസ്ഡ് ആർ സ്റ്റോർ ഇൻ ദ ഫോം ഓഫ് ഓപ്ഷൻ എ ഗ്ലൈക്കോജൻ, ഓപ്ഷൻ ബി സ്റ്റാർച്ച്, ഓപ്ഷൻ സി ഗ്ലൈക്കോലിപ്പിഡ്. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഉണ്ടാക്കുന്ന ഫുഡ് കാർബോഹൈഡ്രേറ്റ് അവർ ഉടനടി അത് യൂട്ടിലൈസ് ചെയ്യില്ല. അവർക്ക് വേണ്ടപ്പോൾ അവരത് യൂസ് ചെയ്യും. അപ്പോൾ അവരെന്ത് ഫോമിലാണ് അത് സ്റ്റോർ ചെയ്ത് വെക്കുക? സ്റ്റാർച്ച് ഫോമിൽ. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി സ്റ്റാർച്ച്. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക, തെറ്റിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. ക്ലിയർ ആയോ? നമുക്കിനി
നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. ക്രോസ് സെക്ഷൻ ഓഫ് ലീഫ്. നമ്മൾ ലീഫിനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു സെക്ഷൻ എടുത്തിട്ട് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇമേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ലീഫ് കട്ട് ചെയ്ത് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് സെൽസ് കാണും. അതിൻ്റെ ഒരു ഇമേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഡയഗ്രാം കൃത്യമായിട്ട് വരയ്ക്കാൻ പഠിക്കുക. അതുപോലെ തന്നെ ഓരോ ഭാഗവും ലേബൽ ചെയ്യാൻ പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പിക്ചർ തന്നിട്ട് അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. നിങ്ങളിവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഫസ്റ്റ് നമുക്ക് അവിടെ ഒരു ലെയർ ഓഫ് സെല്ല് നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇല്ലേ? ഫസ്റ്റ് ലെയർ ഓഫ് സെല്ല്, അതിനെയാണ് നമ്മൾ എപ്പിഡെർമിസ് എന്ന് പറയാം. സെയിം അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴെയും കാണാൻ പറ്റും. അതിനെന്താ പറയുക? അതും എപ്പിഡെർമിസ് തന്നെയാണ്. അപ്പോൾ മുകളിൽ കാണുന്നതിനെ നമ്മൾ എന്ത് പറയും? മുകളിൽ കാണുന്നതിനെ അപ്പർ എപ്പിഡെർമിസ് എന്നും താഴെ കാണുന്നതിനെയോ ലോവർ എപ്പിഡെർമിസ് എന്നും. ക്ലിയർ ആയോ? ഇനി താഴെ നോക്കിയേ. താഴത്തെ ലോവർ എപ്പിഡെർമിസിൽ നമുക്കൊരു സ്ട്രക്ചർ കാണാൻ പറ്റും. എന്താണ്? സ്റ്റൊമാറ്റ. നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്റ്റൊമാറ്റയുടെ ഫങ്ഷൻ എന്താ? സ്റ്റൊമാറ്റയിൽ കൂടിയാണ് ഫോട്ടോസിന്തസിസിന് ആവശ്യമായ CO2 ഒക്കെ എൻറ്റർ ചെയ്യണത് അല്ലേ? അപ്പോൾ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് എന്ത് വഴിയാണ്? സ്റ്റൊമാറ്റ വഴിയാണ്. സ്റ്റൊമാറ്റ നമുക്ക് എവിടെയാണ് കാണാൻ പറ്റണത്? ലോവർ എപ്പിഡെർമിസിൽ. ക്ലിയർ ആയോ? ഇനി ഈ അപ്പർ എപ്പിഡെർമിസിൻ്റെയും ലോവർ എപ്പിഡെർമിസിൻ്റെയും ഇടയിലുള്ള ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? മിസോഫിൽ റീജിയൺ. അപ്പർ എപ്പിഡെർമിസിനും ലോവർ എപ്പിഡെർമിസിനും ഇടയിലുള്ള ഇത്രയും ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? മിസോഫിൽ റീജിയൻ. ക്ലിയർ ആയോ? ഇനി നിങ്ങൾ മിസോഫിൽ റീജിയൻ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. മിസോഫിൽ റീജിയനിൽ നമുക്ക് 2 ടൈപ്പ് സെല്ല് കാണാം. ഫസ്റ്റ് സെല്ല് നോക്കിയേ, നല്ല ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു സെല്ലിനെ കാണാം. ആ സെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുക? പാലിസൈഡ്. ആ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ആ റീജിയനെയാണ് നമ്മൾ എന്ത് പറയുക? പാലിസൈഡ് മിസോഫിൽ. ഇനി തൊട്ട് താഴെ കുറേ റൗണ്ട് ആയിട്ടുള്ള സെൽസ് കാണാം. ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്പോഞ്ചി മിസോഫിൽ. അപ്പോൾ മിസോഫിൽ റീജിയൻ 2 എണ്ണം ഉണ്ട്, പാലിസൈഡും സ്പോഞ്ചിയും. പാലിസൈഡിൽ നമുക്ക് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സെൽസ് ആണ്. സ്പോഞ്ചിയിലോ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ള സെൽസിനെയാണ്. ഇനി ഈ മിസോഫിൽ റീജിയനിൽ ഉള്ള സെൽസിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ആ സെല്ല് എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്കിങ്ങനെ കുറേ ഡോട്ട് കാണാം അല്ലേ? ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സെല്ല് എടുക്കുകയാണെങ്കിലും റൗണ്ട് ആയിട്ടുള്ള സെല്ല് എടുക്കുകയാണെങ്കിലും അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ ഡോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അതെന്താണ്? അതാണ് ക്ലോറോപ്ലാസ്റ്റ്. നിങ്ങൾ ഓൾറെഡി അത് പഠിച്ചിട്ടുണ്ട്. പ്ലാന്റ്സിൽ കാണുന്ന ഒരു സെൽ ഓർഗനലാണ് എന്ത്? ക്ലോറോപ്ലാസ്റ്റ്. ആ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലാണ് നമുക്ക് ആവശ്യമുള്ള പിഗ്മെൻറ്റ്, ദാറ്റ് ഈസ് ക്ലോറോഫിൽ പ്രസൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ആ ഡോട്ട് റെപ്രസെൻ്റ് ചെയ്യണത് എന്തിനെയാണ്? അത് കാണിച്ചിരിക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിനെയാണ്. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പിഗ്മെൻറ്റ് ക്ലോറോഫിൽ ഉള്ളത്. അപ്പോൾ ക്ലോറോഫിലിൻ്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? നമ്മൾ ഫോട്ടോസിന്തസിസ് പറഞ്ഞപ്പോൾ ഓൾറെഡി പറഞ്ഞു. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ക്ലോറോഫിൽ? അത് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കും. ക്ലിയർ ആയോ? അപ്പോൾ സൺലൈറ്റ് പ്ലാന്റ്സിന് എങ്ങനെ കിട്ടണേ? ക്ലോറോഫിലാണ് അബ്സോർബ് ചെയ്യണത്. ക്ലോറോഫിൽ ഉള്ള കാരണമാണ് പ്ലാന്റ്സിന് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് ലീഫിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഏതൊക്കെയുള്ളത് പാർട്സുകൾ? അപ്പർ എപ്പിഡെർമിസ്, ലോവർ എപ്പിഡെർമിസ്. ലോവർ എപ്പിഡെർമിസിൽ നമുക്ക് സ്റ്റൊമാറ്റോ കാണാം. സ്റ്റൊമാറ്റോ എന്തിനു വേണ്ടിയിട്ടാണ്? ഗേഷ്യസ് എക്സ്ചേഞ്ചിന്. ഇനി 2 എപ്പിഡെർമിസിലും ഇടയിലുള്ള റീജിയൻ ആണ് മിസോഫിൽ റീജിയൻ. മിസോഫിൽ റീജിയനിൽ നമുക്ക് 2 ടൈപ്പ് സെല്ല് കാണാം. ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സെല്ല്, ആ ഭാഗത്തിന് നമ്മൾ പാലിസൈഡ് മിസോഫിൽ എന്നും തൊട്ട് താഴെ കുറേ റൗണ്ട് ആയിട്ടുള്ള സെല്ല് കാണാം. അതിനെയാണ് നമ്മൾ സ്പോഞ്ചി മിസോഫിൽ എന്നും പറയുന്നത്. ഇനി ഈ മിസോഫിൽ റീജിയനിലെ സെല്ലിൽ എന്തുണ്ട്? ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ക്ലോറോഫിൽ എന്ന പിഗ്മെൻറ്റ്. ഈ ക്ലോറോഫിൽ പിഗ്മെൻ്റ് ആണ് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യണത്. ക്ലിയർ ആയോ? ഇനി ഈ അപ്പർ എപ്പിഡെർമിസിലും അതുപോലെ തന്നെ ലോവർ എപ്പിഡെർമിസിലും നമുക്ക് അതിൻ്റെ മുകളിൽ കണ്ടോ ഒരു ക്യൂട്ടിക്കിൾ കാണാം. ഒരു വാക്സി ക്യൂട്ടിക്കിൾ കാണാം. എന്തിനായിരിക്കും അങ്ങനെ ഒരു വാക്സി ലയർ അവർക്ക്? പ്ലാന്റ്സിന് എന്തിനായിരിക്കും ലീഫിൻ്റെ സർഫസിൽ ഒരു ക്യൂട്ടിക്കിൾ? അതിൻ്റെ ഫങ്ഷൻ വാട്ടർ ലോസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ. നമുക്കറിയാം ട്രാൻസ്പിറേഷനൊക്കെ വഴി വാട്ടർ എന്ത് ചെയ്യും? ലോസ് ആവും ഇല്ലേ? അപ്പോൾ കൂടുതലായിട്ട് വാട്ടർ ഇങ്ങനെ പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ പ്ലാന്റ്സിന് എന്താ
വാട്ടർ ലോസിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സ്ട്രക്ചറാണത്, ഒരു ക്യൂട്ടിക്കിൾ. അപ്പോൾ ലീഫിനെ കവർ ചെയ്തിട്ട് നമുക്കൊരു വാക്സി ക്യൂട്ടിക്കിൾ കാണാം. അങ്ങനെ ഒരു വാക്സി ലെയർ ഉണ്ടെങ്കിൽ അത് വാട്ടർ ലോസിനെ പ്രിവെൻറ്റ് ചെയ്യും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഡയഗ്രാം നന്നായിട്ട് പഠിക്കുക, ലേബൽ ചെയ്യാനും പഠിക്കുക. ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളിപ്പോൾ തന്നെ ക്രോസ് സെക്ഷൻ ഓഫ് ലീഫ് നോക്കി. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഗിവൺ ട്രാൻസ്ഫർ സെക്ഷൻ ഓഫ് ദ ലീഫ് ഐഡൻറ്റിഫൈ ദ ലെയർ ഓഫ് സെൽസ് വെർ മാക്സിമം ഫോട്ടോസിന്തസിസ് ഒക്കേഴ്സ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സെക്ഷനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തസിസ് മാക്സിമം നടക്കണത് എവിടെയാണെന്ന്, ഏറ്റവും കൂടുതൽ നടക്കണത് എവിടെയാണെന്ന്. അപ്പോൾ ഓരോ ലെയേഴ്സും നമ്മളിപ്പോൾ തന്നെ പഠിച്ചതാണ് അല്ലേ? ഏതൊക്കെയാണ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ പഠിച്ചതാണ്. ഫസ്റ്റ് ഇതിനെന്താ നമ്മൾ പറയുക? എപ്പിഡർമീസ് അല്ലേ? അപ്പർ എപ്പിഡർമീസ്. ഇതെന്താണ്? ഈ ഒരു റീജിയണാണ് മിസോഫിൽ റീജിയൺ. താഴെ കാണുന്നത് ലോവർ എപ്പിഡർമീസ്. അവിടെ നമുക്ക് സ്റ്റൊമാറ്റോ കാണാം. ഓക്കെ, ഇനി ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് 1, 2, 2, 3, 3, 4 ആൻഡ് 1, 4. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തസിസ് എവിടെയായിരിക്കും നടക്കാം? നമുക്കറിയാം മിസോഫിൽ, ഈ റീജിയണിലാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തസിസ് നടക്കാം അല്ലേ? നമ്മൾ പറഞ്ഞു മിസോഫിൽ റീജിയണിൽ 2 ടൈപ്പ് സെൽസ് കാണാം. ഇലോങ്ങേറ്റഡും റൗണ്ട് ആയിട്ടുള്ള സെൽസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ കണ്ടു ഇല്ലേ, ഇങ്ങനെ ഒരു ഡോട്ട് സ്ട്രക്ചർ ഉണ്ട്. അതിന് നമ്മൾ എന്താ പറയുക? ക്ലോറോപ്ലാസ്റ്റ്. നമ്മളിപ്പോൾ തന്നെ പഠിച്ചതാണ് ക്ലോറോപ്ലാസ്റ്റ്. അതിൻ്റെ ഉള്ളിലാണ് എന്ത് പിഗ്മെൻറ്റ്? ക്ലോറോഫിൽ പിഗ്മെൻ്റ് ഉള്ളത്. ആ പിഗ്മെൻ്റാണ് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യണത്. അപ്പോൾ സൺലൈറ്റ് ഉണ്ടെങ്കിലല്ലേ ഫോട്ടോസിന്തസിസ് നടക്കുള്ളൂ. അപ്പോൾ ഏത് റീജിയനിലാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തസിസ് നടക്കാം? ഈ 2 and 3. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 2 and 3. നമുക്ക് സ്റ്റൊമാറ്റോയുടെ സ്ട്രക്ചർ നോക്കാം. നമ്മൾ ഓൾറെഡി ഫോട്ടോസിന്തസിസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ? അപ്പോൾ ഫോട്ടോസിന്തസിസിന് വേണ്ട റോ മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? വാട്ടർ വേണം, സൺലൈറ്റ് വേണം, കാർബൺ ഡൈ ഓക്സൈഡ് വേണം ഇല്ലേ? അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് ലീഫിലേക്ക് എൻ്റർ ചെയ്യണത്? സ്റ്റൊമാറ്റോ വഴിയാണ്. നമ്മൾ ലീഫിൻ്റെ ക്രോസ് സെക്ഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മളതിൽ കണ്ടു സ്റ്റൊമാറ്റോ എവിടെയാണ്? ഒരു ലീഫ് നമ്മൾ മൈക്രോസ്കോപ്പി വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തതാണ്. സ്റ്റൊമാറ്റോ എവിടെയാണ് നമുക്ക് കാണാം? ലോവർ എപ്പിഡർമിസിലാണ് കാണാം. അപ്പോൾ ആ സ്റ്റൊമാറ്റോയുടെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വരയ്ക്കാനും ലേബൽ ചെയ്യാനും കൃത്യമായിട്ട് പഠിക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം. സെൻറ്ററിലായിട്ട് നോക്കിയേ ഒരു സ്റ്റൊമാറ്റൽ പോറ് കാണാം, ഒരു ഓപ്പൺ കാണാം. ഇവിടെ ദേ സ്റ്റൊമാറ്റോ ഓപ്പണും ഉണ്ട്, ക്ലോസും ഉണ്ട്. ഇത് സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്തിരിക്കുന്ന സ്റ്റൊമാറ്റോയാണ്, ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്റ്റൊമാറ്റോയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സെൻറ്ററിലൊരു ഓപ്പണിംഗ് ഇല്ല. പക്ഷേ ഇവിടെ നോക്കിയ സെൻറ്ററിൽ നമുക്കൊരു ഓപ്പണിംഗ് കാണാം. ദാറ്റ് ഈസ് സ്റ്റൊമാറ്റൽ പോർ. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് എല്ലാ എക്സ്ചേഞ്ചും. നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡൊക്കെ എൻ്റർ ചെയ്യണത് ആ ഒരു പോറ് വഴിയാണ്. ഓക്കെ, അപ്പോൾ സ്റ്റൊമാറ്റോയുടെ ഫംഗ്ഷൻ എന്താണ്? ഗേഷ്യസ് എക്സ്ചേഞ്ചും രണ്ടാമത്തെ ഫംഗ്ഷൻ ട്രാൻസ്പിറേഷനും. നമുക്കറിയാം എക്സസ് ആയിട്ടുള്ള വാട്ടർ എന്താ ലീഫിൽ നിന്ന് പുറത്തു പോകാറുണ്ട്, വാട്ടർ വേപ്പർ ഫോമിൽ, അതാണ് ട്രാൻസ്പിറേഷൻ. അപ്പോൾ സ്റ്റൊമാറ്റോയുടെ 2 ഫംഗ്ഷൻ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക, ഗേഷ്യസ് എക്സ്ചേഞ്ചും ട്രാൻസ്പിറേഷനും. അപ്പോൾ ഈ ഒരു സ്റ്റൊമാറ്റൽ പോറിൽ കൂടിയാണ് ഗേഷ്യസ് എക്സ്ചേഞ്ച് ഒക്കെ നടക്കുന്നത്. ഇനി ഈ പോറിൻ്റെ തൊട്ടടുത്ത് നമുക്ക് നോക്കിയേ കിഡ്നി ഷേപ്പ്ഡ് ആയിട്ടുള്ള 2 സെല്ല് കാണാം. ദാറ്റ് ഈസ് ഗാർഡ് സെൽ. അതിനെന്താ നമ്മൾ പറയുക? ഗാർഡ് സെൽ. ഇനി അതിന് ചുറ്റും നമുക്ക് കുറേ സെല്ലുകൾ കാണാം. അതിനെയാണ് സബ്സിഡറി സെൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി ഈ ഗാർഡ് സെല്ലിൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടെ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നതില്ലേ, ദാറ്റ് ഈസ് ന്യൂക്ലിയസ്. നമുക്ക് മൈക്രോസ്കോപ്പിൻ്റെ ഉള്ളിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഗാർഡ് സെല്ലിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ ഇവിടെ നോക്കിയേ ഒരു ഗ്രീൻ കളറായിട്ടുള്ള ചെറിയ ചെറിയ ഡോട്ടുകൾ കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ ഗാർഡ് സെല്ലിൽ നമുക്ക് ന്യൂക്ലിയസും കാണാം, ക്ലോറോപ്ലാസ്റ്റും കാണാം. അപ്പോൾ ഓരോ ഭാഗവും ലേബൽ ചെയ്യാൻ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ സ്റ്റൊമാറ്റൽ പോർ എന്ന് പറയുന്നത്. അതിന് ചുറ്റും കിഡ്നി ഷേപ്പ്ഡ് ആയിട്ടുള്ള 2 സെല്ല് നമുക്ക് കാണാം, ദാറ്റ് ഈസ് ഗാർഡ് സെൽ. ഗാർഡ് സെല്ലിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റും ഉണ്ട്. ഇനി ഇതിന് ചുറ്റുമായിട്ട് കാണുന്നത് എന്താണ്? ഈ ഗാർഡ് സെല്ലിന് ചുറ്റുമായിട്ട് കാണുന്നത് ദാറ്റ് ഈസ് സബ്സിഡറി സെല്ല്.
ഇനി സ്റ്റൊമാറ്റോയുടെ ഫംഗ്ഷനും കൂടി പഠിച്ചു വയ്ക്കുക. സ്റ്റൊമാറ്റോയുടെ ഫംഗ്ഷൻ എന്താ? ഗേഷ്യസ് എക്സ്ചേഞ്ചും ട്രാൻസ്പിരേഷനും. ക്ലിയർ ആയോ? നമുക്ക് നെക്സ്റ്റ് സ്റ്റൊമാറ്റോയുടെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി ഇവിടെ ഡയഗ്രത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ സ്റ്റൊമാറ്റോ അല്ലെ, സ്റ്റൊമാറ്റോ ക്ലോസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സ്റ്റൊമാറ്റോ ഓപ്പണും ക്ലോസും ആവണത്? നമുക്കറിയാം, ഓപ്പൺ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ CO2 ഒക്കെ എൻ്റർ ചെയ്യുള്ളൂ, അതുപോലെ തന്നെ O2 എല്ലാം പുറത്തേക്ക് പോവുള്ളൂ. അപ്പോൾ എപ്പോഴാണ് ഈ സ്റ്റൊമാറ്റോ ഓപ്പൺ ആവണത്? ഈ ഗാർഡ് സെൽ നോക്കിയേ, ഈ ഗാർഡ് സെല്ലിൻ്റെ ഉള്ളിലേക്ക്, ഇതാണ് ഗാർഡ് സെല്ല്, ഈ ഗാർഡ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് വാട്ടർ H2O, ദാറ്റ് മീൻസ് വാട്ടർ എൻ്റർ ചെയ്യുമ്പോൾ ആ ഗാർഡ് സെൽ എന്ത് ചെയ്യും? അത് സ്വെൽ ചെയ്യും, വീർക്കുമ്പോഴാണ് ഇതെന്ത് ചെയ്യണത്? ഓപ്പൺ ആവണത്, സ്റ്റൊമാറ്റോ ഓപ്പൺ ആവണത്. അപ്പോൾ എപ്പോഴായിരിക്കും സ്റ്റൊമാറ്റോ ക്ലോസ് ആവണത്? ഈ ഗാർഡ് സെല്ലിൻ്റെ പുറത്തേക്ക് വാട്ടർ, ആ ഗാർഡ് സെല്ലിൻ്റെ ഉള്ളിൽ നിന്നുള്ള വാട്ടർ പുറത്തേക്ക് പോകുമ്പോൾ ആ ഗാർഡ് സെൽ എന്ത് ചെയ്യും? ഷ്രിങ്ക് ചെയ്യും, അത് ചുരുങ്ങും. അപ്പോഴാണ് ഈ സ്റ്റൊമാറ്റോ ക്ലോസ് ആവണത്. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ് സ്റ്റൊമാറ്റോ ഓപ്പണും ക്ലോസും ആവണത്? എപ്പോഴാണോ ഗാർഡ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് വാട്ടർ എൻ്റർ ചെയ്യണത്, ആ സമയത്ത് ഗാർഡ് സെൽ എന്ത് ചെയ്യും? സ്വെൽ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? സ്റ്റൊമാറ്റോ ഓപ്പൺ ആവും. ഇനി എപ്പോഴാണ് സ്റ്റൊമാറ്റോ ക്ലോസ് ആവണത്? ഗാർഡ് സെല്ലിൻ്റെ പുറത്തേക്ക് വാട്ടർ എന്ത് ചെയ്യും? പോവും. പുറത്തേക്ക് വാട്ടർ പോകുമ്പോൾ അത് യൂഷ്വലി എന്ത് ചെയ്യും? അത് ഷ്രിങ്ക് ചെയ്യും. അപ്പോഴാണ് അത് ക്ലോസ് ആവണത്. അപ്പോൾ സ്റ്റൊമാറ്റോയുടെ ഫങ്ഷൻ, അതുപോലെ തന്നെ എങ്ങനെയാണ് ഓപ്പണിങ് ക്ലോസിങ്, പിന്നെ കൃത്യമായിട്ട് ഈ ഡയഗ്രാം വരയ്ക്കാനും ലേബൽ ചെയ്യാനും പഠിച്ചു വയ്ക്കാം. ക്ലിയർ ആയോ? നെക്സ്റ്റ് നമുക്ക് ഇവൻറ്റ്സ് ഇൻ ഫോട്ടോസിന്തസിസ് ഡിസ്കസ് ചെയ്യാം. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. എന്താണ് ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിസിന് ആവശ്യമായ റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് അത് പ്ലാന്റ്സിന് കിട്ടണത്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു ഇല്ലേ? പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കണ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാം? ഫോട്ടോസിന്തസിസ് എന്ന് പറയാം. എന്തൊക്കെ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യണത്? കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, അതുപോലെ തന്നെ സൺലൈറ്റ്. അങ്ങനെ എന്ത് ഫുഡ് അവരുണ്ടാക്കണത്? ഗ്ലൂക്കോസ് ഉണ്ടാക്കും. ഗ്ലൂക്കോസ് മാത്രമാണോ? അതിൻ്റെ ഒപ്പം ഓക്സിജനും അതുപോലെ തന്നെ വാട്ടറും എൻഡ് പ്രൊഡക്റ്റായിട്ട് അവർ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓവറോൾ സമ്മറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ 3 പോയിൻറ്റ്സും നല്ല കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിൻറ്റ്, എബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് എനർജി. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? നമ്മൾ ഫോട്ടോസിന്തസിസ് പറഞ്ഞതാണ്. സൺലൈറ്റ് ഒരു റോ മെറ്റീരിയൽ ആണ്, പ്ലാന്റ്സിന് ഫുഡ് ഉണ്ടാക്കാൻ വളരെയധികം ആവശ്യമുണ്ട്. അപ്പോൾ സൺലൈറ്റ് എന്ത് ചെയ്യും? ലൈറ്റ് അവർ പ്ലാന്റ്സ് എന്ത് ചെയ്യും? എബ്സോർബ് ചെയ്യും. എങ്ങനെയാണ് അവർ ലൈറ്റ് എബ്സോർബ് ചെയ്യണത്? ക്ലോറോഫിൽ പിഗ്മെൻറ്റ് അല്ലേ? ക്ലോറോപ്ലാസ്റ്റ്, ലീഫിൽ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ ഒരു പിഗ്മെൻ്റ് ഉണ്ട്, ദാറ്റ് ഈസ് ക്ലോറോഫിൽ. ഈ ക്ലോറോഫിലിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് പ്ലാന്റ്സ് എന്തിനെ അബ്സോർബ് ചെയ്യണത്? ലൈറ്റ് അബ്സോർബ് ചെയ്യണത്. സെക്കൻഡ് പോയിൻറ്റ്, കൺവേർഷൻ ഓഫ് ലൈറ്റ് എനർജി ടു കെമിക്കൽ എനർജി. ഇങ്ങനെ അവർ അബ്സോർബ് ചെയ്ത ലൈറ്റ് എനർജിനെ അവർ ഉടനടി എന്ത് ചെയ്യും? കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതുമാത്രമാണോ? അല്ല. ഈ ലൈറ്റ് എനർജി ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്യും? വാട്ടർ, പ്ലാന്റ്സ് വാട്ടർ അബ്സോർബ് ചെയ്യുന്നുണ്ട് അല്ലേ? വാട്ടറും നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫുഡ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ അബ്സോർബ് ചെയ്ത വാട്ടറിന് അവരെന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും അതുപോലെ തന്നെ ഓക്സിജനും റിലീസ് ചെയ്യും. ഈ ലൈറ്റ് എനർജി ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്യും? വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനെയും ഓക്സിജനെയും റിലീസ് ചെയ്യും. ഈ ഓക്സിജനാണ് പിന്നീട് അറ്റ്മോസ്ഫിയറിലേക്ക് പോണത്. സ്റ്റൊമാറ്റോ വഴി അറ്റ്മോസ്ഫിയറിലേക്ക് പോവും. തേർഡ് സ്റ്റെപ്പ്, റിഡക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ടു കാർബോഹൈഡ്രേറ്റ്. റിഡക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻറ്റു, ഇവിടെ ഇൻറ്റു ഉണ്ട് കേട്ടോ. റിഡക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻറ്റു കാർബോഹൈഡ്രേറ്റ്. എന്താണ് ലാസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത്? നമുക്കറിയാം, പ്ലാന്റ്സിന് ആവശ്യമുള്ള ഒരു റോ മെറ്റീരിയൽ, ഫുഡ് ഉണ്ടാക്കാൻ അവർക്ക് ആവശ്യമുള്ള ഒരു റോ മെറ്റീരിയലാണ് CO2 ഇല്ലേ? ഈ CO2 ആയിട്ട് ഈ ഹൈഡ്രജൻ, വാട്ടർ ബ്രേക്ക് ചെയ്ത് കിട്ടുന്ന ഹൈഡ്രജൻ എന്ത് ചെയ്യും? ആ ഹൈഡ്രജനെ CO2 ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റ് ഫോം ചെയ്യും. അതാണ് റിഡക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻറ്റു കാർബോഹൈഡ്രേറ്റ്. CO2 എന്ത് ചെയ്യും? വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റ് ഫോം ചെയ്യും. എന്താണ് കാർബോഹൈഡ്രേറ്റ്? ദാറ്റ് ഈസ് ഗ്ലൂക്കോസ് ഫോം ചെയ്യും. അപ്പോൾ ഇതാണ് ഫോട്ടോസിന്തസിസിൻ്റെ മെയിൻ 3 സ്റ്റെപ്പ്.
നന്നായിട്ട് പഠിക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 3 സ്റ്റെപ്പും നല്ല കൃത്യമായിട്ട് ഇതുപോലെ തന്നെ പഠിക്കാം. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് എനർജി, സെക്കൻഡ് സ്റ്റെപ്പ് കൺവേർഷൻ ഓഫ് ലൈറ്റ് എനർജി ഇൻറ്റു കെമിക്കൽ എനർജി ആൻഡ് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഇൻറ്റു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ലാസ്റ്റ് എന്താ? റിഡക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻറ്റു കാർബോഹൈഡ്രേറ്റ്. ഈ വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത് ഉണ്ടാവണ ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റ് ദാറ്റ് ഈസ് ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നു. ക്ലിയർ ആയോ? ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മൾ അടുത്ത ഒരു വീഡിയോയിലായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ന്യൂട്രീഷനും ഫോട്ടോസിന്തസിസും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജായിട്ട് ചോദിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്